പ്രാർത്ഥന എന്തിനു വേണ്ടിയാവണം എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ആ പ്രാർത്ഥനയുടെ ഭാഗം അവസാനിച്ചത്. മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ തന്നോട് ചോദിക്കുന്നവർക്ക് പിതാവായ ദൈവം എത്രയോ അധികമായി പരിശുദ്ധാത്മാവിനെ നൽകും. പ്രാർത്ഥന, ക്രിസ്തീയ പ്രാർത്ഥന പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ്, ആത്മീയ ദാനങ്ങൾക്ക് വേണ്ടിയാണ്. അതാണ് ഈശോ ഇവിടെ ഊന്നി പറയാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം. എന്തിനാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെ വേണ്ടത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്? അതാണ് അടുത്ത ഭാഗത്ത് വിവരിച്ചത്. പരിശുദ്ധാത്മാവിനെ കൊണ്ടാണ് ഞാൻ പിശാചിനെ ബഹിഷ്കരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ കൊണ്ട് മാത്രമാണ് നമ്മിലെ പൈശാചികതകൾ പുറത്തു പോകുന്നത്. അപ്പോൾ മാത്രമാണ് ദൈവരാജ്യം നമ്മളിൽ വന്നു കഴിയുന്നത്. അങ്ങയുടെ രാജ്യം വരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ രാജ്യം നമ്മളിൽ വരാനും സാത്താൻ്റെ രാജ്യം നമ്മളിൽ നിന്ന് പുറത്തു പോകാൻ